നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 342. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥസ്വാമിനേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 5-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. അതാണ് ഇപ്പോൾ 342-ാമത്തെ ഭാഗം. സംഭവതി അത് മിസ്സായിപ്പോയി. പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്യാണ്ട് അത് ഡിലീറ്റായിപ്പോയി. അതാണ് ഉണ്ടായത്. സത്യത്തിൽ ഈ എപ്പിസോഡ് ഇപ്പോൾ 2 പ്രാവശ്യം ഞാൻ പറയണു. 2 പ്രാവശ്യം കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡ്യൂ ടു ഐ ഡോണ്ട് നോ സർക്കംസ്റ്റാൻസസ് അൺഫോർസീൻ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ 9-ാമത്തെ ശ്ലോകം, പ്രസൂതിമിശ്രാ സ്ത്രിയ ഉദ്വിഗ്നചിത്ത ഓജുർവിഭാഗോ വ്യജനശേഷതസ്യ യൽ പശ്യന്തീനാം ദുഹിതൃണാം പ്രജേഷ സുതാം സതീം അവദധ്യാതനാഗാം എന്ന് പറഞ്ഞു. അതായത് ദുഃഖിച്ച ചിത്തത്തോടുകൂടിയ പ്രസൂതി മുഖ്യകളായ സ്ത്രീകൾ ഇത് ആ പാപത്തിൻ്റെ പരിഭാഗമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ പ്രജാനാഥൻ അപരാധമില്ലാതിരുന്ന പുത്രിയായ സതിയെ പുത്രിമാർ കണ്ടിരിക്കെ അപമാനിച്ചു. ഇവിടെ ഈ വാക്കുകളിൽ വളരെ അനുഭൂതി തരുന്ന വാക്കുകളുണ്ട്. എന്താ? തെറ്റ് ചെയ്യാത്തവരെ അപമാനിക്കുന്നത് ജീവൻ നാശത്തിന് കൂടി കാരണമാകും എന്നുള്ള വലിയൊരു തത്വം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ലോകനാശകാരണം അറിഞ്ഞിരുന്നാലും ദക്ഷഭീതി നിമിത്തം ദക്ഷനെ ഭയപ്പെട്ട് അനുജീവികളായ സദസ്യന്മാർ, അദ്ദേഹത്തിൻ്റെ ചോറ് തിന്നുന്ന കൂറിനുണ്ടായിരിക്കേണ്ട ആൾക്കാർ തുറന്നു പറഞ്ഞില്ല, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞില്ല. എന്നാൽ പ്രസൂതി മുതലായ ദക്ഷപത്നിമാർ നിർഭയകളായിട്ട് ലോകനാശത്തിനുള്ള കാരണം തന്നെയാണ് ഈ കാണപ്പെട്ടതെന്ന് പറഞ്ഞു. സതീദേവിയുടെ ദേഹനാശം നിമിത്തം മാതൃസംഘം നന്നെ തപിച്ചിരുന്നു. മാതൃസംഘം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നിലധികം ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്. തന്മധ്യത്തിൽ ഈ ഘോരമായ ധൂളി പൊങ്ങുന്നതും കണ്ടതിനാൽ പ്രസൂതി മുതലായ ദക്ഷപത്നിമാരുടെ മനസ്സിന് കഠോരമായ ദുഃഖം ബാധിച്ചു. സകല ജനങ്ങളെയും സമഭാവനയോടുകൂടെ സൽക്കരിച്ച് സംരക്ഷിപ്പാൻ ബാധ്യസ്ഥനായ പ്രജാനാഥൻ ശിവൻ പുത്രിമാരെല്ലാവരും നോക്കിയിരിക്കെ നിരപരിധിയായ പുത്രിയെ സാക്ഷാൽ സതിയെ അപമാനിച്ചില്ലയോ? അവിടെ പ്രജാനാഥൻ എന്നുള്ളത് ശിവനല്ല, പിന്നെ ദക്ഷനാണ്, ദക്ഷ പ്രജാപതി. അദ്ദേഹം ചെയ്ത തെറ്റിനെയാണല്ലോ ഇപ്പോൾ ഇവിടെ വിമർശിക്കണത്. അപ്പോൾ നിരപരാധിയായ പുത്രിയെ സാക്ഷാൽ സതിയെ അവമാനിച്ചില്ലയോ? ആ മഹാഘോരമായ പാപത്തിൻ്റെ പരിഭാഗമാണ് ഈ കാണപ്പെടുന്ന ധൂളി എന്ന് സ്പഷ്ടമായി പ്രസൂതി മുതലായിട്ടുള്ള അമ്മമാർ പറഞ്ഞു. ഇനി 4 വരി ശ്ലോകമാണ് 10ഉം 11ഉം. അത് എങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണ്, ഒപ്പം പോവുകയാണ് അർത്ഥം പറയേണ്ട സൗകര്യത്തിന്. യസ്ത്വന്തകാലേ വ്യുക്തജടാകലാപ ശശൂലസൂചർപ്പിത ദിഗ്ഗജേന്ദ്ര വിദഗ്ധ്യ നൃത്യത്യുദിതാസ്ത്രദോർധ്വജാൻ ഉച്ചാട്ടഹാസസ്തനയിൽ സ്നുഭിന്ന ദിക്. ഇതാണ് ശ്ലോകം. അമർഷയിത്വാ തം അസഹ്യതേജസം മന്യുപ്ലുതം ദുർവിഷഹം ഭൃഗൂട്യാം കരാളദംഷാഭിരുദസ്തഭാഗണം സ്യാൽ സ്വസ്തിക്കും കോപയതോ വിധാതു. ഇതാണ് 11-ാമത്തെ ശ്ലോകം.
അപ്പോൾ ഇതിന് രണ്ടിനും കൂടി അർത്ഥം പറയുമ്പോൾ പ്രളയകാലത്തിൽ വിതറപ്പെട്ട ജടയാകുന്ന ഭൂഷണത്തോടും സ്വശൂലസൂചിയുടെ അഗ്രത്തിൽ കോർക്കപ്പെട്ട ദിഗ്ഗജങ്ങളോടും ഉച്ചമായും കഠോരമായും ഇരിക്കുന്ന പരിഹാസമാകുന്ന ഇടിശബ്ദത്താൽ പിളർക്കപ്പെട്ട ദിക്കുകളോടുകൂടിയ യാതൊരുവൻ ഉയർത്തിയ അസ്ത്രങ്ങളുള്ള കൈകളാകുന്ന ധ്വജങ്ങളെ വിസ്തരിച്ചിട്ട് കളിക്കുന്നുവോ? സഹിപ്പാൻ കഴിയാത്ത തേജസ്സോടും കൂടിയും പുരികങ്ങളുടെ വക്രതയാൽ സഹിപ്പാൻ കഴിയാത്തവനും കോപത്തിൽ മുങ്ങിയും ഭയങ്കര ദ്രംശകളാൽ നിരസിക്കപ്പെട്ട ജ്യോതിർഗണങ്ങളോടുകൂടിയും ഇരിക്കുന്ന ആ ദേവനെ കോപിച്ചിട്ട് പിന്നെയും കോപിച്ചിരിക്കുന്ന പ്രജാപതിക്ക് ഭദ്രം ഭവിക്കുമോ? സ്വസ്തി ഉണ്ടാവുമോ? ഇല്ല. യാദേവി സർവഭൂതേഷു ഭദ്ര അല്ലേ, അതായത് ശാന്തി രൂപേണ. ആ ശാന്തിയാണ് ഇവിടെ ഭദ്രം എന്ന് പറഞ്ഞാൽ അർത്ഥം വരിക. അപ്പോൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആ ഭദ്രം. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് ശിവകോപം അതിക്രമിപ്പാൻ കഴിയുന്നതല്ലെന്ന് സ്പഷ്ടമായി കാരണപൂർവം പറയുന്നു. ശിവൻ കോപിച്ചാൽ കഴിഞ്ഞു, എല്ലാം തവിടുപൊടിയായി. അപ്പോൾ സത്യത്തിൽ അദ്ദേഹം മംഗളസ്വരൂപനാണ്. പക്ഷേ ആവശ്യം വരുമ്പോൾ രൂപമാറ്റം സംഭവിക്കും. അത് നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. യാതൊരു ദേവൻ സ്വതേ ലോകനാശം വരുത്തുവാനുള്ള ഈശ്വരനായിരിക്കുന്നുവോ? അതായത് ലോകനാശം എന്ന് പറഞ്ഞാൽ ലോകരെ നശിപ്പിക്കല്ല, ലോകരുടെ ശരീരം നശിപ്പിച്ച് മോക്ഷം കൊടുക്കുക ചെയ്യുന്നത് അല്ലേ. അതിന് തക്ക കരുത്ത് ആർക്കേ ഉള്ളൂ? ശിവന്. അത് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണ, ഞാൻ എത്രയോ ആൾക്കാരെ കൊന്നു എന്നാണ് ഞാൻ ധരിച്ചത്, പക്ഷെ ഞാനല്ല കൊല്ലണത്, എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ അസ്ത്രം അവിടെ എത്തുമ്പോഴേക്കും വേറൊരാൾ ജടാമകുടധാരിയായിട്ട് കാണണു എന്ന് പറഞ്ഞാൽ ശിവനെ കണ്ടു എന്നാണ് ഓരോരുത്തരുടെ മരണത്തിലും. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ശരിയാണ്, നിനക്ക് ആരും കൊല്ലാൻ പറ്റില്ല, നീ ഒരു നിമിത്തം മാത്രം. ഇതാണ് നമ്മൾക്ക് പൂച്ചെണ്ട് കിട്ടുമ്പോഴും അളിഞ്ഞ മുട്ട കൊണ്ട് ഏറുകൊള്ളുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മാനാപമാനങ്ങൾ, മാനം ഉണ്ടായാലും അപമാനം ഉണ്ടായാലും നമ്മൾ ഇളകാൻ പാടില്ല. കാരണം നമ്മൾ ഈശ്വരാംശജരാണ്. പറഞ്ഞ പക്ഷേ ഈശ്വരാംശജർ തന്നെയാണ് നമുക്ക് തെറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന ദുഷ്പ്രവർത്തിക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, അവർക്ക് കൊടുക്കണേത് അത് തന്നെ കിട്ടിക്കോളും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ കാലം വരുമ്പോൾ ആരും കോപിക്കാതെ തന്നെ ജടയാകുന്ന ഭൂഷണത്തെ അഴിച്ചിടുമോ? തൻ്റെ ശൂലമാകുന്ന സൂചിയുടെ അഗ്രത്തിൽ ദിഗ്ഗജങ്ങളെ കോർത്തു പിടിക്കുമോ? ശ്രവണമാത്രത്താൽ ലോകം നടങ്ങുമാറ് ഉച്ചമായും ഭയങ്കരമായും ഇരിക്കുന്ന ഹാസമാകുന്ന ഇടിശബ്ദത്താൽ ദിക്കുകളെല്ലാം പൊട്ടിപ്പോകുമോ? ഇങ്ങനെ സംശയം വരികയാണ്. പുരികങ്ങളുടെ ചലനമാത്രത്താൽ സൂചിപ്പിച്ചിരിക്കുന്ന കോപോജ്വലമായ മുഖത്തെ നോക്കുവാൻ പോലും മറ്റുള്ളവർക്ക് കഴിയുകയില്ലയോ? ഭയങ്കരങ്ങളായിരിക്കുന്ന ദംശകളിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്സിനാൽ സൂര്യാദി തേജോഗോളങ്ങൾ നഷ്ടപ്രഭകളായി ഭവിക്കുമോ? നാനാവിധങ്ങളായ ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന കൈകളാകുന്ന കൊടിമരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് സംഹാരതാണ്ഡവം ചെയ്യുമോ? ആ ശ്രീരുദ്രനെ മുമ്പ് തന്നെ മരീചി മുതലായവരുടെ യാഗത്തിൽ അധിക്ഷേപിച്ചത് കോപം ജനിപ്പിച്ചിരിക്കെ ഇപ്പോഴും ശ്രീ ശിവപത്നിയും സ്വപുത്രിയുമായ സതിയെ അപമാനിച്ചതിനാൽ അധികം കോപിച്ചിരിക്കുന്ന പ്രജാപതിക്ക് ഭദ്രം ഭവിക്കുവാൻ യാതൊരു മാർഗവും കാണുന്നില്ല. ഇപ്പോഴുണ്ടാകുന്ന യാഗവിഘ്നത്തെ മുമ്പത്തെ പോലെ മന്ത്രശക്തിയാൽ തടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് സാരം. അപ്പോൾ നമ്മളൊരു കാര്യം തന്നെ ഇപ്പോൾ ഇന്നലെ മിന്നാന്നായിട്ട് വാട്സപ്പിൽ കണ്ടു, ഏതോ ഒരു തിരുമേനി പറയുന്നുണ്ട്, നാരായണീയത്തിലെ ഇന്ന ശ്ലോകം ഉരുവിട്ടാൽ LUCക്ക് ലക്കുണ്ടാവും. അത്
അവിടെയാണ് ഈ അപകടം വരുന്നത്. മന്ത്രം കൊണ്ട് പറ്റില്ല എന്ന് ഭാഗവതം പറയണു. വിധിയാണ് മേലെ, കൊതിയല്ല. കൊതിച്ചതിനേക്കാൾ മേലെ വിധിയാണ്. കൊതിച്ചതോ വിധിച്ചതോ അല്ലേ? അപ്പോൾ മന്ത്രശക്തിയാൽ തടുക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മന്ത്രം ജപിച്ചിട്ട്, മന്ത്രം ജപിക്കണം എന്തിന്? ഈശ്വരീയ അനുഗ്രഹം, ഈശ്വരീയത ഉണ്ടാക്കാൻ മന്ത്രം ജപിക്കണം. അല്ലാണ്ട് ഉദ്ദേശ ലക്ഷ്യം ആർക്കറിയാം? ഭഗവാൻ അറിയാം. നമ്മൾ എന്തുദ്ദേശിച്ചിട്ടാണ് മന്ത്രം, യാഗം, യജ്ഞമൊക്കെ ചെയ്യണത് എന്ന്. അത് സംശുദ്ധമായ അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം കിട്ടും. ഇപ്പം എൻ്റെ കാര്യം പറയാം. ഞാൻ ആദ്യം മുതൽ തന്നെ നിഷ്കാമകർമ്മം ചെയ്തു വരുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും കാമിച്ചും കൊണ്ടല്ല ചെയ്യുന്നത്. എൻ്റെ കടമ, എൻ്റെ കടപ്പാട് പറഞ്ഞു മനസ്സിലെ. അപ്പം ഇവിടെ 12ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ബഹ്വേവ ബുദ്ധിഗ്ന ദൃശോച്യമാനേ ജനേന ദക്ഷസ്യ മുഹുർമഹാത്മന ഉത്പേതുരുത്പാദതമാസഹസ്രശോ ഭയാവഹ ദേവി ഭൂമോ ച പര്യക്. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, പ്രചലിക്കുന്ന കണ്ണുകളോടുകൂടിയ ജനത്താൽ ഇപ്രകാരം അധികം പറയപ്പെടുമ്പോൾ ധീരനായ ദക്ഷന് ഭയം ജനിപ്പിക്കുന്ന അതികഠിനങ്ങളായ നാശസൂചനകൾ ബഹുവാരം ആകാശത്തിലും ഭൂമിയിലും 4 ഭാഗത്തും അധികമായിട്ട് ഉണ്ടായി. ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. ആരെ? പ്രജാപതിയായിരിക്കുന്ന ദക്ഷൻ. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഭയം നിമിത്തം ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളോടുകൂടിയ ജനസമൂഹം ഇങ്ങനെ അനേക വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കെ അതിധീരനായ ദക്ഷനും ഭയം ജനിപ്പിക്കുവാൻ സമർത്ഥങ്ങളായ നാശലക്ഷണങ്ങൾ അധിക ആകാശത്തിലും ഭൂമിയിലും 4 ഭാഗത്തും അസംഖ്യം കാണപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി 13ാമത്തെ ശ്ലോകം. താവൽ സരുദ്രാനുചരേ മഘോ മഹാൻ നാനായുധൈർവാമനകൈരുധായുധൈ പിംഗൈ പിശങ്കൈർമകരോദരാനനൈ പര്യാദ്രവദ്ഭിർ വിദുരാന്യരുധ്യതാം. എന്താ അതിൻ്റെ വാക്കർത്ഥം പറയാ? അല്ലയോ വിദുര, അപ്പോൾ തന്നെ ഹ്രസ്വവും കപില നിറമുള്ളവരും മഞ്ഞ നിറമുള്ളവരും മകരത്തിൻ്റെ വയറും മുഖവും പോലെയിരിക്കുന്ന വയറും മുഖവും ഉള്ളവരും 4 ഭാഗത്തും ചാടി ഓടിക്കളിക്കുന്നവരും നാനാവിധങ്ങളായ ആയുധങ്ങളുള്ളവരും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആയുധങ്ങളോടുകൂടിയവരുമായ രുദ്രപാർഷദന്മാരാൽ മഹത്തായ ആ യാഗം നിരോധിക്കപ്പെട്ടു. അവസാനിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ ഭാവാർത്ഥ പറയുന്നത്, ഹേ വിദുര, ജനങ്ങളെല്ലാവരും ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീ രുദ്രപാർഷദന്മാർ വന്ന് മഹത്തായ ആ യാഗത്തിന് വിഘ്നം വരുത്തി. പാർഷദന്മാരിൽ ചിലർ ഉയരം നന്നെ കുറഞ്ഞവരും ചിലർ കപിലവർണ്ണവും മറ്റു ചിലർ മഞ്ഞ നിറവും ഉള്ളവരും നാനാവിധങ്ങളായ ആയുധങ്ങളെ കൈകളിൽ ഉയർത്തിപ്പിടിച്ച് 4 പാടും ഓടിക്കൊണ്ടിരിക്കുന്നവരും ആയിരുന്നു എന്ന് പറഞ്ഞു. ഇനി 14ാമത്തെ ശ്ലോകം. കേചിൽ ബഭജു പ്രാഗ്വംശം പത്നീശാലാം തഥാ പരേ സദ ആഗ്നേന്ദ്രശാലാം ച തദ്വിഹാരം മഹാനസം. ഇതിൻ്റെ വാക്കാർത്ഥം, കിഴക്കു പടിഞ്ഞാറുള്ള പലകയെ ചിലർ മുറിച്ചു. അന്യന്മാർ പത്നിമാരിയ്ക്കുന്ന ശാലയെയും സഭാമണ്ഡപത്തെയും അഗ്നിയെ ഹോമിക്കുന്നവരുമിരിക്കുന്ന ശാലയെയും യജമാന ഗൃഹത്തെയും ഭോജനശാലയെയും നശിപ്പിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, രുദ്രപാർഷദന്മാർ യാഗത്തെ വിഘ്നപ്പെടുത്തിയ രീതിയെ സൂചിപ്പിക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ഓരോ സ്തംഭങ്ങൾ നാട്ടിയിട്ട് കിഴക്കു പടിഞ്ഞാറ് നീളത്തിൽ വെച്ചിരിക്കുന്ന പോതികയ്ക്ക് പ്രാഗ്വംശം എന്നു പേര്. യാഗശാലയുടെ താങ്ങായിരിക്കുന്ന ആ പോതികയെ ചിലർ വെട്ടിമുറിച്ചു. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിൽ യജമാനാദികളുടെ പത്നിമാരിയ്ക്കുന്ന ശാലയെ ചിലർ നശിപ്പിച്ചു.
അഗ്നിമന്ത്രം ഉച്ചരിച്ചും കൊണ്ടിരിക്കെ അഗ്നീന്ദ്രന്മാരെന്ന് പറയപ്പെടുന്ന കർമ്മികൾ ഇരിക്കുന്ന സ്ഥാനത്തെ വേറെ ചിലർ നശിപ്പിച്ചു. യജമാനന്മാരുടെ സ്ഥാനത്തെയും ഭോജനശാലയെയും മറ്റു ചിലർ നശിപ്പിച്ചു. അപ്പോൾ ഒരു കൂട്ടത്തിലെ പല ആൾക്കാരും പല ഭാഗങ്ങളും പടപടാന്ന് നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ 15ാമത്തെ ശ്ലോകം, രുരുചുര്യജ്ഞപാത്രാണി തദേകേ അഗ്നീനകാശയൻ കുണ്ടേശമൂത്രയൻ കേതിൽ ബിബിർദുർവേദി മേഖല. പിന്നെ ഓരോരുത്തരും അശുദ്ധിയാക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ്? പൊട്ടിച്ചു നശിപ്പിച്ചു, അഗ്നിസ്ഥാനങ്ങളിൽ മൂത്രം വിസർജിച്ചു, അഗ്നിസ്ഥാനങ്ങളുടെ അതിർത്തി കയറുകളെ അറുത്തു. അതായത് ചില സ്ഥലത്ത് വടം കിട്ടിയിട്ടുണ്ടാവും, ആൾക്കാർ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല പറഞ്ഞിട്ട്. അതൊക്കെ മുറിച്ചാൽ പിന്നെ തിരക്ക് വരിക, അല്ലെങ്കിൽ ആരെങ്കിലും കരുതി കൂടി മുറിച്ചാൽ പിന്നെ അണക്കെട്ട് പൊട്ടിയ കൂട്ടത്തിൽ ആൾക്കാരെ കീറും. അതേപോലെ ഉണ്ടായത്. യാഗത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളെ ചിലർ എറിഞ്ഞൊടിച്ചു, ഉജ്ജ്വലിക്കുന്ന അഗ്നികളെ നശിപ്പിച്ചു, അഗ്നിസ്ഥാനങ്ങളിൽ മൂത്രം വിസർജിച്ചു, അഗ്നിശാലയുടെ അതിർത്തി കാണിക്കുന്ന കയറുകളെ മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. 16 അബാധന്ത മുനീനന്യ ഏകേ പത്നീരതജയൻ അപരേ ജഗൃഹുർദേവാൻ പ്രത്യാസന്നാൻ പലായിതാൻ. മുനിമാരെ അന്യന്മാർ ബാധിച്ചു. ചിലർ ഭാര്യമാരെ ഭയപ്പെടുത്തി, വേറെ ചിലർ അരികത്ത് ചേർന്നവരും ഓടിയവരുമായ ദേവന്മാരെ പിടിച്ചു. ദേവപക്ഷത്ത് അല്ലെങ്കിൽ ഈ ദക്ഷൻ്റെ പക്ഷത്തുള്ള ആൾക്കാരെ ചിലർ ചിന്നിച്ചെതിരി ഓടുമ്പോൾ അവരെ പിടിച്ചു നിർത്തി, ഭേദിച്ചു, അതായത് ദുഃഖിപ്പിച്ചു. ഇനി 17ാമത്തെ ശ്ലോകം, ഭൃഗുംബന്ധമണിമാൻ വീരഭദ്ര പ്രജാപതിം ചണ്ഡീശചൂഷ്പൂഷണം ദേവം ഭഗം നന്ദീശ്വരോ അഗ്രഹീത്. ഭൃഗുവിനെ മണിമാൻ എന്ന ഭഗവാൻ പരമേശ്വരൻ്റെ അനുയായി ബന്ധിച്ചു. വീരഭദ്രൻ ദക്ഷനെയും ചണ്ഡീശൻ പൂഷാവിനെയും ദേവനായ ഭഗനെ നന്ദീശ്വരനും പിടിച്ചു നിർത്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥ 2 വരി. മണിമാൻ ഭൃഗുവിനെ പിടിച്ചുകെട്ടി, വീരഭദ്രൻ ദക്ഷനെ ബന്ധിച്ചു, ചണ്ഡീശൻ പൂഷാവിനെയും നന്ദീശ്വരൻ ഭഗനെയും പിടിച്ചുകെട്ടി എന്ന് പറഞ്ഞു. 18ാമത്തെ ശ്ലോകം നോക്കൂ. സർവയേവർദ്ദിജോ ദൃഷ്ട്വാ സദസ്യ സദിവൗകസ ത്രൈരൈദ്യമാനാ സുഭൃശം ഗ്രാവ്യഭിർണൈകധാദ്രവൻ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, കണ്ടിട്ട് എല്ലാ ഋത്തിക്കുകളും സഭയിലുള്ളവരും ദേവന്മാരോട് കൂടിയവരായിട്ട് അവരാൽ കല്ലുകൾ കൊണ്ട് അതികഠിനമാകും വണ്ണം പീഡിപ്പിക്കപ്പെട്ടു. ഇടിച്ചു ചിലവരേനെ കല്ലുകൊണ്ട്. അങ്ങനെയാണ് ആരേനെ? ദേവപക്ഷത്തുള്ളവർ, അതായത് ഈ ദക്ഷൻ്റെ പക്ഷത്തുള്ളവർ, ഋഷീശ്വരന്മാർ. ആരൊക്കെയാണ് ഈ ദക്ഷന് കൂട്ടുനിന്നത്? ശിവനെ ദ്രോഹിക്കാൻ, അവമാനിക്കാൻ ശ്രമിച്ചത് ആരൊക്കെ? അവർക്കൊക്കെ നല്ല ശിക്ഷ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെയും ദൂഷിക്കരുത്. ഈ ഗുണപാഠം പഠിക്കാണ്ട് ഭാഗവതം പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതിൽ അനേകം കൂട്ടമായിട്ട് ശിക്ഷ കിട്ടാതെ എന്തെങ്കിലും ഓടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഭൃഗ്വാദികളെ ഉപദ്രവിക്കുന്നത് കണ്ട ഉടനെ മറ്റുള്ള ഋത്തിക്കുകളും ദേവന്മാരും സദസ്സിലുള്ള മറ്റു ജനങ്ങളും സംഘമായിട്ട് 4 പാടും പാഞ്ഞു. അപ്പോൾ രുദ്രാനുചരന്മാർ അവരെ കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് ഉപദ്രവിച്ചു. അങ്ങനെ ഉണ്ടായത്. 10 ജുഹ്വത ശ്രുവഹസ്തസ്യ ശ്മശ്രുണി ഭഗവാൻ ഭവ മൃഗോർലുലുഞ്ചേ സദസി യോ അഹസശ്മശ്രുദർശയൻ. ശ്രുവം കയ്യിലുള്ളവനും, അതായത് ഹോമം നടത്തുന്ന ഇൻസ്ട്രുമെൻ്റ്, ആ കയ്യിലുള്ളവനും ഹോമിക്കുന്നവനുമായ ഭൃഗുവിൻ്റെ മുഖരോമങ്ങളെ ഭഗവാനായ വീരഭദ്രൻ പറിച്ചു കളഞ്ഞു. രോമം പറിച്ചു കളയാന്ന് പറഞ്ഞാൽ വേദന എന്തായിരിക്കും? യാതൊരുവൻ സഭയിൽ താടി രോമത്തെ കാട്ടിയും കൊണ്ട് ഹസിച്ചിരുന്നു. അതായത്
ഈ പരമശിവനെ അപഹസിക്കുമ്പോൾ ഇയാൾ താടിക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് കേമത്തം കാണിച്ചിരുന്നു എന്നർത്ഥം. അപ്പോൾ അതൊക്കെ ഇവർ മനസ്സിലാക്കിയിട്ടാണ് ഏത് താടി രോമത്താണ് ഒഴിഞ്ഞത്, ഇനി അങ്ങനെയുള്ളൊരു രോമം വേണ്ടത് എനിക്കെന്ന് പറഞ്ഞാണ് രോമം പിടിച്ച് വലിച്ച് നശിപ്പിച്ചത്. അപ്പോൾ പറയണു, മരീചാദികളുടെ സഭയിൽ ശിവനെ ദക്ഷൻ നിന്ദിക്കുന്ന സമയം താടി രോമങ്ങളെ കാട്ടിക്കൊണ്ട് യാതൊരുവൻ ചിരിച്ചു നിന്നുവോ, ആ ഭൃഗു ഇപ്പോഴും സ്രുവം കയ്യിൽ ധരിച്ച് ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീ ശിവനിൽ നിന്ന് സിദ്ധിച്ച അനുഗ്രഹ നിമിത്തം ശ്രീ ശിവന് തുല്യനായ വീരഭദ്രൻ ആ ഭൃഗുവിൻ്റെ മുഖരോമങ്ങളെ പറിച്ചു കളഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആരെങ്കിലും ഈശ്വരീയമായ കാര്യങ്ങളെ നിന്ദിക്കുക, ഈശ്വരതുല്യന്മാരായിട്ടുള്ള വിജ്ഞാനികളെ പരിഹസിക്കൊക്കെ ചെയ്താൽ തക്കതായ ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും 6, 8, 10, 12 വയസ്സിൽ ഇതൊക്കെ പഠിച്ചിരിക്കണം. നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ബോക്സിങ്ങിനും ഒക്കെ നല്ല ട്രെയിനിങ് ചെയ്യുന്നുണ്ട് കുട്ടിക്കാലത്ത്, ഇല്ലേ? കരാട്ടയ്ക്ക്, പിന്നെ സംഗീതം അഭ്യസിക്കുന്നുണ്ട്, ഡാൻസ്, കൊട്ടപ്പാട്ട് ഒക്കെ ഉണ്ട്. അതേപോലെ ജീവിതചര്യകളിൽ ഭാഗവതീയത ഉണ്ടെങ്കിൽ ആ ജീവിതം കുറ്റമില്ലാത്തതായിരിക്കും. നിർമ്മല മനസ്സോടുകൂടി അന്നന്ന് വരുന്ന വിപരീതങ്ങളെ തരണം ചെയ്യാനുള്ള ആർജവം നമ്മൾക്കുണ്ടാവും. എങ്ങനെ? സദാസേവ്യ ഭാഗവതം. അപ്പോൾ അടുത്തത് 20ാമത്തെ ശ്ലോകം. ഭഗസ്യ നേത്രേ ഭഗവാൻ പാതിതസ്യ രുഷാ ഭുവി ഉജ്ജഹാരസദസ്തോ അശ്നാ യശബന്ധം അസൂസൂചത്. സദസ്സിലിരിക്കുന്നവനായിട്ട് യാതൊരുവൻ ശപിക്കുന്ന ദക്ഷനെ കണ്ണുകൊണ്ട് സൂചിപ്പിച്ചുവോ, രോഷത്തോടുകൂടെ ഭൂമിയിൽ പതിക്കപ്പെട്ട ഭഗന്റെ കണ്ണുകളെ വീരഭദ്രൻ പറിച്ചെടുത്തു, ചൂഴ്ന്നെടുത്തു. അതിൻ്റെ ഭാവാർത്ഥം, വിശ്വസൃക്കുകളുടെ സഭയിൽ വെച്ച്, വിശ്വദേവന്മാരുടെ, അഷ്ടദിക്പാലകന്മാരുടെ, വിശ്വപാലകന്മാരുടെ സഭയിൽ വെച്ച് ശ്രീ ശിവനെ ശപിക്കുന്ന ദക്ഷനെ യാതൊരുവൻ നേത്രത്താൽ സൂക്ഷിച്ചു നോക്കി സന്തോഷത്തെ സൂചിപ്പിച്ചുവോ. അപ്പോൾ ഭഗവാൻ സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, എവിടെ എന്ത് നടന്നാലും അറിയും. ആ ധിക്കാരത്തെ അറിഞ്ഞിരിക്കുന്ന ജ്ഞാനസ്വരൂപനായ വീരഭദ്രൻ ഭഗന്റെ അരകത്ത് ചെന്ന് പിടിച്ച് ഭൂമിയിൽ വീഴ്ത്തിയിട്ട ശേഷം 2 കണ്ണുകളെയും പറിച്ചെടുത്തു. കുറ്റം ചെയ്ത അവയവങ്ങളിൽ ശിക്ഷ ഏൽപ്പിച്ചുവെന്ന് ഇനി മേലിലും കണ്ടുകൊള്ളണം. അപ്പം നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ ശിക്ഷാവിധികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മതേതരത്വമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില ബോഷ്കത്തരം നിയമനിർമ്മിതിയിൽ ഉണ്ടായിട്ട് തെറ്റ് ചെയ്യണവന് ശിക്ഷയില്ല, മസിൽ പവർ മണി പവർ ഉള്ളവർക്ക് രക്ഷപ്പെടാം എന്നായി. അത് പുനഃസ്ഥാപിക്കണം. തെറ്റ് ചെയ്തവന് ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്നെ പോവില്ല. ഇനി അതിൽ 21ാമത്തെ ശ്ലോകം. പുഷ്ണശ്ചാപദായ ദന്ധാൻ കാലിംഗസ്യ യഥാബല ശപ്യമാനേ ഗരിമണിയോ അഹസദ്ദർശയന്തതാം. ഏറ്റവും ഗുരുവായിരിക്കുന്ന ദേവൻ ശപിക്കപ്പെട്ടുന്ന സമയം യാതൊരുവൻ ദന്തങ്ങളെ കാട്ടിയിട്ട് ഹസിച്ചുവോ, പൂഷാവിൻ്റെ ദന്തങ്ങളെയും കലിംഗരാജാവിൻ്റെ ദന്തങ്ങളെ ബലദേവനെന്ന പോലെ പതിപ്പിച്ചു, അടിച്ചു കുഴിച്ചു പല്ലുകൾ, അത്ര വിചാരിച്ചാൽ മതി. അതിൻ്റെ ഭാവാർത്ഥം, പരമോപദേശത്താൽ ലോകത്തിന് ഭക്തിജ്ഞാനങ്ങളെ നൽകുന്ന പരമഗുരുവായ ശ്രീ ശിവനെ ദക്ഷൻ ശപിക്കുമ്പോൾ യാതൊരുവൻ പല്ലുകളെ പുറമെ കാട്ടിക്കൊണ്ട് ചിരിച്ചുവോ, ആ പൂഷാവിൻ്റെ പല്ലുകളെ ഭഗവാൻ വീരഭദ്രൻ ബലരാമൻ കലിംഗരാജാവിൻ്റെ പല്ലുകളെ എന്ന പോലെ തല്ലിക്കൊഴിച്ച് കളഞ്ഞു എന്ന് പറയണം. ഇനി അടുത്ത ശ്ലോകത്തോടു കൂടിയിട്ട് നമുക്ക് നിർത്താം. 22. ആക്രമ്യോരസിദക്ഷസ്യ ശിതധാരേണ ഹേദിന ചിന്തന്നപി തദുദ്ധർത്തും ന അശക്നോൽ ത്രംബകസ്തദാ. ദക്ഷൻ്റെ മാറിടത്തിൽ കയറിയിട്ട്
മൂർച്ചയുള്ള മുനമ്പോട് കൂടിയ ശസ്ത്രത്താൽ ആയുധത്താൽ മുറിക്കുന്നവനായിരുന്നിട്ടും അതിനെ പൊങ്ങിപ്പാനായിക്കൊണ്ട് വീരഭദ്രൻ ശക്തനായില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചില്ലറക്കാരനല്ല ദക്ഷൻ. വീരഭദ്രന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അല്ലേ, അതിൻ്റെ ഭാവാർത്ഥത്തോടു കൂടിയിട്ട് നമുക്ക് നിർത്താം. ഉടനെ ദക്ഷൻ്റെ മാറിൽ കയറിയിരുന്ന വീരഭദ്രൻ മൂർച്ചയേറിയ ഒരു ആയുധം കൊണ്ട് ശസ്ത്രത്താൽ ശിരസിനെ കണ്ടത്തിൽ നിന്ന് വേർപെടുത്തുവാനായി മുറിച്ചുവെങ്കിലും അതിനെ ശക്തനായി ഭവിച്ചില്ല ആയുധം കൊണ്ട്. പിന്നെ അദ്ദേഹം എന്താ ചെയ്ത്? തല പിടിച്ച് തിരിച്ചു. ഈ വസ്ത്രം പിഴിയണ കൂട്ടത്തിൽ ഒരു കാലിൻ്റെ മുട്ട നെഞ്ഞത്ത് കയറ്റി വെച്ചു. അപ്പം ഇനി ഇളകില്ല. പിന്നെ 2 കൈകളും തല പിടിച്ച് തിരിച്ചിട്ടാണ് കൊന്നത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പുരാണങ്ങൾ വേണ്ട പോലെ അർത്ഥം അറിഞ്ഞ് പഠിച്ചാൽ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ മനസ്സ് സമ്മതിക്കില്ല, ശിക്ഷയെ പേടിച്ചിട്ട്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ധാരാളം ഉണ്ടാവണമെങ്കിൽ ധാരാളം നമ്മൾ പ്രയത്നിക്കണം. വേണ്ടേ? ആഗ്രഹാഭിലാഷങ്ങൾക്ക് അനുസരിച്ച് പ്രയത്നിച്ച് കിട്ടുന്ന ആ അനുഗ്രഹങ്ങളാണ് നിലനിൽക്കുള്ളൂ. പിന്നെ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.